ഇന്ന് പറയാൻ പോകുന്നത് ശുദ്ധ രാഷ്ട്രീയമാണ്. എങ്കിലും ഈ വിഷയത്തിൽ രാഷ്ട്രീയം മാത്രം കാണണോ, ജനനന്മ ആഗ്രഹിക്കണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ട്രാഫിക് സിനിമയിൽ ജോസ് പ്രകാശിന്റെ കഥാപാത്രത്തിന്റെ ഡയലോഗ് ഓർമ്മയില്ലേ? നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെയൊന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നുപോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. 2012 അന്നത്തെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ട്വിറ്ററിൽ എഴുതി, പെട്രോൾ വില വീണ്ടും കുത്തനെ കൂട്ടി. കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് അല്ലാതെ ഇതേക്കുറിച്ച് മറ്റെന്ത് പറയാൻ? എന്റെ സംസ്ഥാനത്തെ കോടിക്കണക്കിന് ആളുകളുടെ മേൽ മറ്റൊരു മാറാപ്പ് കൂടി കയറ്റിവെച്ച കേന്ദ്ര നടപടിയിൽ എനിക്ക് അമർഷമുണ്ട്. അതേ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ മറ്റൊരിക്കൽ ട്വിറ്ററിൽ കുറിച്ചു, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ പെട്രോൾ വില കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടി പാർലമെന്റിന്റെ ശ്രേഷ്ഠതയെ കൂടി ഇടിച്ചു താഴ്ത്തുന്നതാണ്. ഇതേ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മറ്റൊരു പ്രമുഖ നേതാവ് ഒരു പടി കൂടി കടന്നു. പാവപ്പെട്ടവനോട് യാതൊരു അനുകമ്പയും ഇല്ലാത്തവർ, അധികാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ചവർ, പെട്രോൾ വില കുത്തനെ കൂട്ടിയ കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെ വിശേഷിപ്പിക്കാൻ? ഇതേ നേതാവിന്റെ പാർട്ടിയിൽപ്പെട്ട മറ്റൊരു വനിതാ നേതാവിന്റെ ട്വിറ്ററിൽ പണ്ട് കണ്ട വാചകം ഇങ്ങനെ, പെട്രോൾ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി സാധാരണക്കാരന്റെ ചെകിടടച്ചുള്ള പ്രഹരമാണ്. വിശക്കുന്നവന്റെ വേദന അറിയാതെ അധികാര തണലിൽ കഴിയുന്ന പുങ്കവർക്ക് മാത്രമേ ഇത്ര കണ്ണിൽ ചോരയില്ലാതെ പെരുമാറാൻ സാധിക്കൂ. കേന്ദ്ര സർക്കാർ പെട്രോൾ വില കൂട്ടിയപ്പോൾ രോഷം അണപൊട്ടി ഒഴുകിയ വേളയിൽ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയോട് തുറന്നു ചോദിച്ചു, ഇത്ര കഴിവുകെട്ടവനാണോ താങ്കൾ? എന്തെങ്കിലും ശക്തി ഇനി താങ്കളിൽ അവശേഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ രാജ്യം അതിന്റെ തെളിവ് ആവശ്യപ്പെടുന്നു. പെട്രോൾ വിലയിലെങ്കിലും ഒന്നിടപെട്ട് ഈ രാജ്യത്തിന് കാണിച്ചുകൊടുക്കൂ, അങ്ങയിൽ അല്പമെങ്കിലും ശക്തി ശേഷിക്കുന്നുണ്ട് എന്ന്. ഇനി നമുക്ക് കലണ്ടറിലെ പേജ് ഒരൽപ്പം മുന്നോട്ട് മറച്ചുവെക്കാം. ഞാനീ പറഞ്ഞ ട്വിറ്റർ, ഫേസ്ബുക്ക് പ്രസ്താവനകൾ ആരുടേതാണെന്ന് ഇന്ന് ഇന്ത്യക്കാരോട് പ്രത്യേകം പറയണം എന്നില്ല. ഗുർമീത് റാം റഹീം സിംഗിനും രാംദേവിനും റിലയൻസ് ഭീമൻ മുകേഷ് അംബാനിക്കും വരെ Z+ കാറ്റഗറി സുരക്ഷയൊരുക്കാൻ ബന്ധപ്പെടുന്നതിനിടയിൽ പാവപ്പെട്ടവൻ കഞ്ഞി കുടിച്ചോ, അവന്റെ മക്കൾക്ക് മരുന്ന് വാങ്ങാൻ ഒക്കുമോ എന്നൊക്കെ ആലോചിക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. വിലയേറിയ വേഷം ധരിച്ച് ലോകരാജ്യങ്ങളിൽ പറന്നു നടന്നു കാണുമ്പോൾ പഴയ ട്വിറ്റർ, ഫേസ്ബുക്ക് മെസ്സേജുകളൊക്കെ പൊങ്ങിവരുമെങ്കിലും അതൊക്കെ ആലോചിച്ച് സമയം കളയുന്നതെങ്ങനെ? ബുള്ളറ്റ് ട്രെയിനും ഡിജിറ്റൽ ഇന്ത്യയും ചൊവ്വയിലേക്കുള്ള ഉപഗ്രഹവുമെല്ലാം ഇന്ത്യയിൽ വരണം എന്ന് തന്നെയാണ് എല്ലാ ഭാരതീയരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ 20 രൂപയ്ക്ക് വരെ കിട്ടുന്ന പെട്രോളിന് 70 രൂപ വിലയിട്ട് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് തന്നെ വേണോ ഇതൊക്കെ നടത്താൻ? നെഹ്റു 6130 ദിവസവും ഇന്ദിരാഗാന്ധി 5829 ദിവസവുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത്. ഇരുവരും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആ കസേരയിൽ ഇരുന്നത് ശ്രീ മൻമോഹൻ സിംഗ് ആണ്. 3656 ദിവസം കഴിഞ്ഞപ്പോഴാണ് മൻമോഹൻ സിംഗിനെ ജനങ്ങൾക്ക് മടുത്തത്. മാസത്തിൽ 2 തവണ വീതം അർദ്ധരാത്രിയിൽ പെട്രോൾ വിലയുടെ പേരിൽ ജനങ്ങളുടെ പിടലിയിൽ പ്രഹരം ഏൽപ്പിച്ചതായിരുന്നു പൊതുജനം മൻമോഹനെ ഇഷ്ടപ്പെടാതിരുന്നതിന്റെ പ്രധാന കാരണം. അന്ന് പെട്രോൾ വിലയുടെ പേരിൽ മൻമോഹൻ സിംഗിനെ കഴിവുകെട്ടവൻ എന്ന് വിളിച്ച സംസ്ഥാന മുഖ്യമന്ത്രിയില്ലേ, അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. മൻമോഹൻ ഇരുന്ന കസേരയിൽ നരേന്ദ്രമോദി കയറിയിട്ട് 1200 ദിവസം കഴിഞ്ഞതേയുള്ളൂ. അതിനിടയിൽ എത്ര തവണ പെട്രോൾ വില കൂട്ടിയെന്നും ഈ പിടിച്ചുപറിയുടെ ലാഭം ആരൊക്കെ വീതിച്ചെടുക്കുന്നുവെന്നും കക്ഷിഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരും ചോദിച്ചു തുടങ്ങണം. അതിൽ രാഷ്ട്രീയം കലർത്തി മാറി നിൽക്കാൻ ശ്രമിച്ചാൽ ഇവിടെയൊന്നും സംഭവിക്കില്ല. പക്ഷേ ഈ ചോദ്യം എല്ലാ ഭാരതീയരുടെയും നാവിൻ തുമ്പിൽ നിന്ന് ഉയരാൻ തുടങ്ങിയാൽ നമ്മെ കണ്ട് വളരുന്ന പുതിയ തലമുറയെങ്കിലും ഈ എണ്ണക്കമ്പനി കൊള്ളക്കാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കും. ജോസ് പ്രകാശിന്റെ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ